അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ശക്തമാകുന്നതിനിടെ 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത്. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ അത്യന്തം ജാഗ്രത അനിവാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ആദ്യം മരിച്ച ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചത് എവിടെ നിന്ന് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തലച്ചോറിനെ തിന്നുന്ന ഒരു ജീവിയുണ്ടോ? എന്നാലുണ്ട്. സൂക്ഷ്മജീവിയായ ഈ അമീബ, അതിഭീകരമായ ഈ അസുഖം പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ബാധ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ? നെഗ്ലേറിയ ഫൗളറി എന്നാണ് ഈ അമീബയുടെ പേര്. സാധാരണയായി ഈ അമീബ കാണുന്നത് കെട്ടിക്കിടക്കുന്ന ചൂടുള്ള ശുദ്ധജലത്തിലാണ്. തടാകം, കുളങ്ങൾ, കെട്ടിക്കിടക്കുന്ന സ്വിമ്മിംഗ് പൂളിലെ വെള്ളം, അതുപോലെ നമ്മുടെ അടുക്കളയിൽ വരുന്ന ടാപ്പിലെ വെള്ളത്തിൽ വരെ ഈ അമീബ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും, ഇത് മുമ്പും ഈ അമീബ ഉണ്ടായിരുന്നില്ലേ? അതെ, മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ, ചൂടുള്ള ഉയർന്ന താപനിലയുള്ള ഈ കാലാവസ്ഥയാണ് ഈ അമീബയുടെ ഗ്രോത്തിനുള്ള പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. ഈ അമീബയ്ക്ക് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമതായിട്ട് ട്രോഫോസോയിഡ് സ്റ്റേജ് എന്ന് പറയും. അതായത് അതിന്റെ ഫീഡിംഗ് സ്റ്റേജ്, നമ്മുടെ ബ്രെയിനിലുള്ള അതിന്റെ ഫീഡിംഗ് സ്റ്റേജ് ആണ് ട്രോഫോസോയിഡ് ഫോം എന്നുള്ളത്. രണ്ടാമത്തെ ഈ അമീബയുടെ രൂപമാണ് ഫ്ലജെല്ലേറ്റ് ഫോം. അത് മൂവ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഫ്ലജെല്ലേറ്റ് ഫോം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള ഫോമാണ് സിസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അത് സിസ്റ്റ് ഫോമിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഈ അമീബ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കയറുന്നത്? ശ്രദ്ധിക്കുക, നമ്മുടെ മൂക്കിലൂടെയാണ് ഈ അമീബ കയറുന്നത്. ഒരു കുട്ടി, ഇപ്പൊ നമുക്കറിയാം, ഈ സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾ ഒരുപാട് കുളിക്കാനും കളിക്കാനൊക്കെ പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുട്ടി ഡൈവ് ചെയ്താണ് പോകുന്നത്, അല്ലെ? ഈ ഡൈവ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഈ സ്റ്റാഗ്നേറ്റ് ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ അമീബ കുഞ്ഞിന്റെ മൂക്കിനുള്ളിൽ കൂടെ ഉള്ളിലോട്ട് നേസൽ പാസേജിലോട്ട് കയറുന്നു. ഇത് നേരെ നമ്മുടെ ഓൾഫാക്ടറി നെർവ് എന്ന് പറയുന്നു. അതായത് മൂക്കിലെ സ്മെല്ലൊക്കെ കിട്ടുന്ന നെർവാണ് ഓൾഫാക്ടറി നെർവ്. ഈ നെർവ് വഴിയാണ് ഇത് നേരെ നമ്മുടെ തലച്ചോറിന്റെ, അതായത് മൂക്കിന്റെ ഏറ്റവും മേൽക്കൂരയും ബ്രെയിനിന്റെ ഭാഗവും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയും. ചെറിയ സുഷിരങ്ങളുള്ള ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് ഭാഗത്തൂടെ നേരെ ഇത് ബ്രെയിനിലോട്ട് എത്തിച്ചേരുന്നു. ഇനി ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ബ്രെയിൻ സെൽസിനെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രെയിനിന്റെ ആവരണം, അതായത് ബ്രെയിനിന്റെ കവറിംഗ് ആയ മെനിഞ്ചസിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ബ്രെയിനിലൊരു ഇൻഫ്ലമേഷനും സ്വെല്ലിങ്ങും എല്ലാം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചസ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ കവറിംഗ് ആണ്, എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഹോൾ ബ്രെയിൻ ആണ്. ഇനി കുടിക്കുന്ന വെള്ളത്തിൽ അമീബയുള്ള വെള്ളം കുടിച്ചാൽ ഇത് വരുമോ? ഇല്ല. നമ്മുടെ മൂക്കിലൂടെയാണ് ഈ അമീബ ഉള്ളിലോട്ട് ബ്രെയിനിലോട്ട് എത്തുന്നത്. ഒരിക്കലും കുടിക്കുന്ന വെള്ളത്തിൽ അമീബ ഉണ്ടെങ്കിൽ ഈ അസുഖം നിങ്ങൾക്ക് വരില്ല. അടുത്തതായിട്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണാൻ പറ്റുന്നത്? ആദ്യം തന്നെ ശക്തമായ പനി, ശക്തമായ തലവേദന, ഭയങ്കരമായ ഛർദി ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു ലക്ഷണം സാധാരണയായി കാണുന്ന ഒരു ഫ്ലൂ വൈറസിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇത് വളരെ അതിതീവ്രമായിട്ടാണ് ഇത് പേഷ്യൻസിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് അടുത്ത് ഞാൻ പറഞ്ഞു, ഇതിന് പിന്നെ ബ്രെയിനെയാണ് ബാധിക്കുക. ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് സ്റ്റിഫ്നെസ് ഓഫ് നെക്ക് ആണ്. അതായത് കഴുത്തിന് ഭയങ്കര വേദനയായിരിക്കും. അതുപോലെ തന്നെ അപസ്മാരം ഉണ്ടാകാം, സീഷേഴ്സ് ഉണ്ടാകാം. അതുപോലെ ഹാലൂസിനേഷൻ, ഒരു അബോധാവസ്ഥ, ഒരു വിഭ്രാന്തിയൊക്കെ ഉണ്ടാകാം. അൺകോൺഷ്യസ് ആവാം, കോമയിലോട്ട് വരെ എത്താം. ഒരു 5 തൊട്ട് 10 ദിവസത്തിനുള്ളിലാണ് നമ്മൾ മരണത്തിലോട്ട് എത്തുന്നത് ഈ അമീബ നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ. അപ്പോ ഈ സിംറ്റംസ് ഒക്കെ വളരെ പെട്ടെന്നാണ് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരു ചെറിയ കുഞ്ഞുങ്ങളിലും 3 മാസത്തിലെ കുഞ്ഞുങ്ങളിലും ഈ അമീബ ബാധ കാണപ്പെട്ടു. അപ്പൊ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? കുഞ്ഞുങ്ങൾ ഒട്ടും ഫീഡ് എടുക്കില്ല, വളരെ നിർത്താതെയുള്ള കരച്ചിലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ അൺകോൺഷ്യസ് ആയിട്ട് ഒരു അബോധാവസ്ഥയിലോട്ട് പോകാം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സീഷേഴ്സ് വരാം, അപസ്മാരം വരാം. സഡൻ ആയിട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്കും ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. നിങ്ങൾക്ക് തോന്നാം, ഇത്രയും കാലം ഇതേ കിണറ്,
ഇതേ കുളം, ഇതേ സ്വിമ്മിംഗ് പൂൾ അല്ലേ ഉപയോഗിച്ചിരുന്നത്? അന്നൊന്നും ഇല്ലാത്ത അമീബ ഇന്നെങ്ങനെ വന്നു? നമുക്കിത് നോക്കാം. ഇതറിയണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നെഗ്ലേറിയ ഫൗളറിയെ കുറിച്ച് അറിയണം. അതായത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഈ അമീബ ഇവിടെ ഇത്രയും അധികം സ്പ്രെഡ് ആവണമെങ്കിൽ ഈ അമീബയ്ക്ക് വളരാവുന്ന ഏറ്റവും അധികം ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നാമതായിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വെള്ളം, ചൂടുവെള്ളം, വാം വാട്ടർ ആണ് ഉള്ളത്. ഒരു 35 to 45 ഡിഗ്രി വരെ ഉള്ള ടെമ്പറേച്ചറിൽ ഈ അമീബ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം നമ്മുടെ കേരളത്തിലെ ഉയർന്ന താപനില. അതിന്റെ കൂടെ തന്നെ ഇടവിട്ട് പെയ്യുന്ന മഴ, ഇടയ്ക്ക് ചൂട്, മഴ, അങ്ങനെ ഒരു രീതിയിൽ ഒരു അൺസ്റ്റേബിൾ അല്ലാത്തൊരു എൻവയോൺമെന്റൽ കണ്ടീഷനിലാണ് നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതും ഇതിനൊരു കാരണമാണ്. മൂന്നാമത്തെ കാരണം നമുക്കറിയാം, ഇപ്പോഴാണ് ഒരുപാട് സ്വിമ്മിംഗ് പൂളുകൾ, കുഞ്ഞുങ്ങൾ സ്വിമ്മിംഗ് ക്ലാസ്സസിന് പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുന്നുണ്ട്. അടുത്തതായിട്ട് ഇൻക്രീസ്ഡ് അവയർനെസ് ആണ്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നല്ലോണം അവെയർ ആണ് ഇങ്ങനെ ഒരു അസുഖത്തെ പറ്റിയിട്ടും അതുപോലെ ഇതിന്റെ സിംറ്റംസിനെ പറ്റിയിട്ടും എല്ലാം നല്ലോണം നമ്മൾ അവെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ അസുഖം കണ്ടുപിടിക്കുക? ആദ്യം തന്നെ നമ്മൾ ലംബാർ പങ്ക്ചർ, നമ്മൾ നടുവിലുള്ള നീര് കുത്തിയെടുത്തിട്ട് CSF ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഒരുപാട് ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സും അവൈലബിൾ ആണ്. ഇനി എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ഒരു 90 തൊട്ട് 97% വരെ മരണസാധ്യത കൂടുതലുള്ള ഒരു അസുഖമാണ്. എത്രയും പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണുമ്പോൾ വേഗം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രിവെൻഷൻ? എങ്ങനെയാണ് നമുക്ക് ഈ അസുഖം വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമതായിട്ട് കെട്ടിക്കിടക്കുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇറങ്ങി കുളിക്കാതിരിക്കുക. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പം നോസ് ടിപ്സ് ഉപയോഗിക്കുക, മൂക്കിൽ കൂടെ വെള്ളം ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നമ്മുടെ കെട്ടിക്കിടക്കുന്ന ടാങ്കുകള്, അതുപോലെ വീട്ടിലുള്ള കിണറിലൊക്കെ ക്ലോറിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം ഡിസിൻഫെക്റ്റന്റ് ആക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. അതുപോലെ ചൂടായിട്ടുള്ള വെള്ളം, ഇപ്പൊ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇപ്പം നമ്മൾ ടാപ്പ് വാട്ടറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടായിരിക്കും കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നത്. അപ്പൊ ഒരു ചൂടായിട്ടുള്ള വെള്ളം യൂസ് ചെയ്യാൻ നോക്കുക കുളിപ്പിക്കുമ്പോഴൊക്കെ. ചൂടാക്കുമ്പോൾ സൂക്ഷിക്കുക, ഒരു 100 ഡിഗ്രി എബവ് ഒക്കെ ചൂടാക്കിയാൽ മാത്രമാണ് ഈ അമീബ നശിച്ചു പോകുന്നത്. പിന്നെ നേസൽ ഇറിഗേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാർച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബയെ കുറിച്ച് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല, അറിവാണ് വേണ്ടത്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല പ്രിവെന്റീവ് മെഷേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടതുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.